ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ദുആ ചെയ്യുന്നത്. സ്വഹാബത്തിനോടാ മുസ്ലിം ഉമ്മത്ത് ഇന്ന് ദുആ ചെയ്യുന്നത്. അത് കടുത്ത പാപമാണ്, ചെയ്യരുത്. തർക്കമുണ്ട് ഇവിടെ. പറഞ്ഞു ഖുർആൻ പറയാണ്, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ നിങ്ങൾ എവിടേക്ക് മടക്കണം? അതിനെ ഫറുദ്ദൂ, ആ തർക്കമുള്ള വിഷയത്തെ നിങ്ങൾ മടക്കണം. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണം. വറസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് നിങ്ങൾ മടക്കണം എന്ന് പറഞ്ഞ എങ്ങനെ? ഖുർആനിലേക്ക് മടക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം. ആ മടക്കം എന്നാണ്. ഖുർആൻ ഒന്ന് നോക്കുക, ഖുർആനിൽ അങ്ങനെ വല്ല തെളിവുമുണ്ടോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ മുത്തുനബി അന്ന് ജീവിച്ചിരുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് മുത്തുനബി നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നില്ല. മക്കത്തോ മദീനത്തോ ലോകത്തിന്റെ ഏത് കോർണറിൽ മുത്തുനബി നമ്മളോട് സംവദിക്കാനും സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പണമില്ലെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും പോകാമായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ അന്ന് ജീവിച്ചിരുന്നത് പോലെ ഇന്ന് മുത്തുനബി നമ്മുടെ കൂട്ടത്തിലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ തർക്കണ്ടെങ്കിൽ നബിയിലേക്ക് മടക്കണം എന്ന് പറഞ്ഞത് എന്താ? മുത്തുനബിയുടെ ഹദീസുകൾ, അവിടുത്തെ ഖൗലുകൾ, അവിടുത്തെ തഖരീറുകൾ, അവിടുത്തെ ഫഇലുകൾ, മാ ഉലീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി, അവിടുത്തെ സമ്മതങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ വാക്കുകൾ ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. അതെ, തെറ്റുകൾ കൂടാതെ സുതാര്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ കൃത്യമായി കിടക്കുന്നു. അവിടേക്ക് മടക്കണം. അവിടെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളെ മൗലവിയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളുടെ സംഘത്തിന്റെ നേതാവിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഖുർആനിലേക്ക് മടക്കണം, തിരുസുന്നത്തിലേക്ക് മടക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ബുദ്ധിയുള്ള മനുഷ്യരെ, ഇവിടെ ഭാഷകൾ അറിയുന്നവരെ, ഇംഗ്ലീഷും തമിഴും കന്നഡയും മലയാളവും ഒക്കെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന കേരളക്കരയിലെ ഇങ്ങേറ്റത്ത് കിടക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോ ഈ നാട്ടിലെ മനുഷ്യരോട് പറയുകയാണ്, കഴിവുള്ളവരാണ് നിങ്ങൾ. പല വിഷയത്തിലും, ബിസിനസ്സിലാവട്ടെ, നല്ല ക്രയവിക്രയങ്ങളിലാകട്ടെ, ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്താകട്ടെ, നിങ്ങൾ ഒരുപാട് കണ്ണിങ്ങിൽ സംസാരം നടത്തുന്നവരാണ്. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ വിഷയങ്ങൾ പഠിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സമയമില്ല എന്ന് പറയുന്നു? മടക്കൂ, സംശയങ്ങളെ നിങ്ങൾ മടക്കൂ. മൗലവിയിലേക്ക് മടക്കൂ എന്നല്ല, ഉസ്താദിലേക്ക് മടക്കൂ എന്നല്ല. ഉസ്താദിലേക്ക് മടക്കാം, ഖുർആനായിരിക്കണം പറയുന്നത്. മൗലവിയിലേക്ക് മടക്കാം, ഹദീസും ഖുർആനുമായിരിക്കണം പറയുന്നത്. അങ്ങനെ മടക്കാനാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ സ്രഷ്ടാവിന്റെ വാക്കാണത്. ഖുർആൻ അല്ലാഹുവിന്റെ വാക്കാണ്. ഹദീസ് അല്ലാഹുവിന്റെ സമ്മതപ്രകാരമോ അല്ലാഹുവിന്റെ വാക്കുകളോ? അതേ, ഖുദ്സിയായ ഹദീസുകളുണ്ട്, അല്ലാത്ത ഹദീസുകളുമുണ്ട്. അത് റബ്ബിന്റെ സമ്മതത്തോടു കൂടിയാണ് മനുഷ്യലോകത്തെ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത്. എന്നിട്ടും മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട്, ഇസ്ലാമിന്റെ മർമ്മമായ തൗഹീദിൽ പോലും എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് പിന്നെ തെറ്റിപ്പോയത്? പ്രാർത്ഥനയുടെ വിഷയത്തിൽ പോയും ഇന്നും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറവും കാര്യകാരണ ബന്ധങ്ങൾ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇന്നും മനസ്സിലാകാത്ത ആളുകൾ എങ്ങനെ ഉണ്ടായി തീർന്നു? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അഭൗതികമായ കാര്യങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്റെ കൈയൊന്ന് പിടിക്കൂ എന്ന് ഇവിടെ നിൽക്കുന്ന ആളോട് പറയാം, അതൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതാണ്. എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിക്കാം. എന്റെ തെങ്ങിൽ കയറി തേങ്ങ ഒന്ന് പറിച്ചു തരുമോ, ഇട്ടു തരുമോ, അല്ലെങ്കിൽ എന്താണോ നാട്ടിലെ ഭാഷ പറയുക അത് നമുക്ക് ചോദിക്കാം. എന്റെ കൂടെ ഇന്ന സ്ഥലത്തേക്കൊന്ന് വന്ന് സഹായിക്കുമോ ചോദിക്കാം. ലോകത്തിന്റെ രക്ഷിതാവിനോട് മാത്രം ചോദിക്കേണ്ടത്, എനിക്കൊരു സന്താനത്തെ തരുമോ? സിദ്ധനോട് ചോദിക്കാൻ പറ്റുമോ? ബീബിയോട് ചോദിക്കാൻ പറ്റുമോ? ആൾ ദൈവങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? എനിക്കൊരു സന്താനത്തെ തരണമേ റബ്ബേ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കഴിഞ്ഞുപോയ നബിമാരോടല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കഴിഞ്ഞുപോയ നബിമാരോടല്ല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. വെള്ളത്തിന് ക്ഷാമം വന്നപ്പോ, അതേ കുടിവെള്ളം പോലും നിന്നു പോയപ്പോ
ഭൂമിയും മണ്ണുമൊക്കെ വിണ്ടുകീറാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബത്ത് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവരോടും ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളം തരുന്നത് റബ്ബാണ്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഖുർആനിന്റെ ചോദ്യമാണ്, നിങ്ങളാണോ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുന്നത്, അതല്ല നാമാണോ? അത് റബ്ബിന്റെ പ്രത്യേകമായ അള്ളാഹുവിന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. വെള്ളമില്ലെങ്കിൽ അവനോടാ ചോദിക്കേണ്ടത്. രോഗം തന്ന് പരീക്ഷിക്കുന്ന റബ്ബാണ്, മാറ്റി തരേണ്ടത് റബ്ബാണ്, ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് നമ്മളാണ്, ഹോസ്പിറ്റലിൽ പോവേണ്ടത് നമ്മളാ, വിദഗ്ധരായ ഡോക്ടർമാരെ കാണേണ്ടത് നമ്മളാ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് പോകാം. പക്ഷെ ആത്യന്തികമായി ആ രോഗത്തെ മാറ്റിത്തരാനുള്ള കഴിവ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനാണ്. 2 ദിവസമേ ഇനി ഈ മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലവും 20 കൊല്ലമൊക്കെ ജീവിച്ചവർ, ഇതൊക്കെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമാണ്. അതുകൊണ്ട് അവന്റെ മുന്നിലേക്കാണ് നടത്തേണ്ടത്. ഇതെന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാകുന്നില്ല? ഈ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബിനോട് മാത്രം നടത്തേണ്ട ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന റബ്ബല്ലാത്ത ഒരാളും കേൾക്കില്ല, ഉത്തരം തരില്ല എന്ന് ഖുർആൻ ആശങ്കകൾക്കിടമില്ലാതെ പറഞ്ഞതാ. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ഈ ഹും എന്ന് പറഞ്ഞാൽ ആരാ? അത് ഔലിയാക്കന്മാരാവാം, അമ്പിയാക്കന്മാരാവാം, മലക്കുകളാവാം, ജിന്നുകളാവാം, ജീവിച്ചിരിക്കുന്നവരാവാം, മരിച്ചുപോയവരാവാം, ആരുമാകട്ടെ പ്രാർത്ഥന നടത്തേണ്ടത് അവരോടല്ല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. അല്ലാഹു പറയാ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഇനി വലൗ സമിഉ, വാദത്തിനു വേണ്ടി നമുക്ക് തോറ്റുതരാം, നമുക്ക് ജയിച്ചു നിൽക്കാം, നമുക്കൊരാളെ തോൽപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഖുർആന്റെ ശൈലി അങ്ങനെയല്ല. വലൗ സമിഉ, വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ കേൾക്കുമെന്ന് സമ്മതിച്ചാൽ തന്നെ ഖുർആനാ പറയുന്നത്, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരില്ല. പിന്നെന്തിനാ ദുആ? ഖബറിൽ കിടക്കുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഖബറാളി കേൾക്കില്ല. ഇനി കേൾക്കുമെന്നാണോ നിങ്ങളുടെ വാദം? ശരി, വാദത്തിന് വേണ്ടി കേൾക്കുമെന്ന് പറയാം, നിങ്ങൾക്ക് ഉത്തരം തരില്ല. ശിഹാബടക്കരയല്ല പറയുന്നത്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്ല പറയുന്നത്, കേരളത്തിലോ ലോകത്തിലോ ഉള്ള പ്രഭാഷകന്മാരല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനായ സ്രഷ്ടാവായ അതിന്റെ ആധികാരികമായ അതോറിറ്റിയാണ് ലോകത്തോട് പറയുന്നത്. ലോകത്തെ സംവിധാനിച്ച സൃഷ്ടിച്ച റബ്ബാ പറയുന്നത്, മനുഷ്യനെ ഖബറിലേക്ക് എത്തിച്ച റബ്ബാ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരാണ് ഇവർ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന റബ്ബാ പറയുന്നത്. എന്ത്? നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ദുആ കേൾക്കില്ല, പോരാ കേൾക്കുമെന്ന് വാദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അവിടെ നിർത്തിയോ? അല്ലാഹ് നിർത്തിയില്ല. എന്നിട്ട് അല്ലാഹ് ബാക്കി പറഞ്ഞ എന്താണെന്നറിയോ? പോരാ, വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂൻ, ഇവർ നിഷേധിക്കും. ആര്? ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് യേശുക്രിസ്തു ഈസാ നബിയാണ്. ആ യേശുക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്തുനിന്ന് പറയും, അല്ലാഹുവേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇസ്രായേലരെ കേൾപ്പാം, എന്റെയും നിങ്ങളുടെയും കർത്താവ് ഏക കർത്താവ്, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആരാധിക്കണേ, അവനെ വണങ്ങണേ എന്ന് പഠിപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. നിന്റെ സന്നിധിയിലേക്ക് നീ എന്നെ ഉയർത്തിയത്. ഇല്ല റബ്ബേ, ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ എന്ന് നാളെ പരലോകത്തെന്ന് പറയും. ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് നിന്നിലേക്ക് ഇബാദത്തിന്റെ സർവ്വതും സമർപ്പിച്ച് മാതൃക കാണിച്ച് ജീവിച്ച് ഞാൻ 23 വർഷക്കാലം ത്യാഗപൂർണമായ ജീവിതം നയിച്ച്, പടച്ചവനെ, ആ അർത്ഥത്തിലാണ് ഞാൻ തിരിച്ചു പോന്നിട്ടുള്ളത്. ഞാൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല നാദാ, എനിക്കറിയില്ല റബ്ബേ എന്ന് പറഞ്ഞ് നാളെ പരലോകത്തുനിന്ന് വയൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുമെന്ന് ഖുർആനാണ് പറയുന്നത്. പോരാ, അല്ലാഹ് പറഞ്ഞു, ഇത്രയും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടും ഈ ശിർക്ക് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അത് റബ്ബ് പൊറുക്കാത്ത പാപമാണ്, അത് റബ്ബ് പൊറുക്കാത്ത പാപ. അല്ലാഹ് നമ്മളോട് ഒരു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ പൈസ എറിയാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ഇന്ന ആ സ്ഥലത്ത് എറിയണമെന്ന് പറഞ്ഞൊരു ആരാധന ഇസ്ലാമിലുണ്ടോ? രൂപം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിന് പൈസ കളയാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. രൂപം
ഏതെങ്കിലും അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ലോകത്തെവിടെങ്കിലും ഒരു പ്രതിമ ഉണ്ടാക്കിയോ? ഉണ്ടാക്കില്ല. എന്താ കാരണം? പാടില്ല എന്നാ ദീന് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ലോകത്തിന്റെ റബ്ബിനെ കണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഏറെ കണ്ണിനും കാതിനും കേൾക്കാനും കാണാനും കൽബിന് ആസ്വദിക്കാനും പറ്റുന്ന വിധത്തിൽ ഇതാ ഈ പ്രപഞ്ചം മുഴുക്കെ നിലകൊള്ളുകയാണ്. വാരി വിതറിയ മിന്നാമിനുങ്ങളെ പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന വലിയ വലിയ നക്ഷത്രങ്ങള്. സൂര്യനൊരു നക്ഷത്രമാണെങ്കിൽ 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സൂര്യനിൽ മാത്രം സ്ഥലമുണ്ട് എന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണെന്ന് മുസ്ലിങ്ങൾ പറയും. സയൻസ് ഭൂമി ആ സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ അതിവേഗതയിൽ കറങ്ങുകയാണ് എന്ന് പറയുമ്പോ നമുക്ക് വണ്ടി ഓടിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് ഉറങ്ങാൻ, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഇതിങ്ങനെ വിധാനിച്ചു തന്ന റബ്ബിനെ നമ്മൾ മഹത്വപ്പെടുത്തും. അല്ലാഹു അക്ബർ, റബ്ബേ നീയാണ് ഏറ്റവും വലിയവൻ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം. നമ്മൾ റബ്ബിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെതാണ് ഈ ഭൂമി, അവൻ്റെതാണ് ഈ ആകാശം, അവൻ്റെതാ ഇതിന് രണ്ടിനും ഇടയിലുള്ളതെല്ലാം എന്ന നിലക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ആ അർത്ഥത്തിലാണ് റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലാഹു തആല വീണ്ടും വിശദീകരിച്ചു തരികയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ ദുആ അവനുള്ളതാണ്, പ്രാർത്ഥന അവനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ, അല്ലാഹുവിന് പുറമെ ആരൊക്കെ ഏതൊക്കെ ആളുകൾ വിളിച്ചു തേടുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ, അല്ലാഹു പറയാ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഹ് ലിയബ്ലുഗ ഫഹ് വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. എത്ര ക്ലിയർ ആണ് പ്രിയപ്പെട്ടവരെ. റബ്ബല്ലാത്ത ആളുകളോട് ദുആ നടത്തുന്നതിനെ കുറിച്ച് ഞാനല്ല, ഏതെങ്കിലും ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ പറയുകയല്ല. അല്ലാഹു പറയാ റബ്ബല്ലാത്ത ആളുകളോട്, ഒരിക്കലും ഉത്തരം തരാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരുടെ ഉപമ ഏതുപോലെയാണ്? വെള്ളമുള്ള സ്ഥലത്തേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. ഒരു കിണറിൽ വെള്ളമുണ്ട്, വലിയ താഴ്ചയുള്ള ഒരു കുളത്തിൽ വെള്ളമുണ്ട്. ആ കുളത്തിന്റെ കരയിൽ, കിണറിന്റെ കരയിൽ ചെന്നിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് വെള്ളം വായിലെത്താൻ ആഗ്രഹിച്ചവനെ പോലെയാണ് അവൻ. അല്ലാഹു പറയാ ഇല്ല കബാസിതി കഫൈഹി ഇലൽ മാഹ്, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാ നീട്ടിയത്? ലിയബ്ലുഗ ഫഹ്, അവന്റെ വായിൽ വെള്ളമെത്താനാണ്. അല്ലാഹു പറയാ വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. നമ്മളല്ല പറയുന്നത്, അല്ലാഹുവാണ്. അവിടെ മുസ്ലിങ്ങളെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് മുസ്ലിങ്ങളെ വിളിക്കുക. മുസ്ലിങ്ങളെ ഏത് സംഘത്തിലാവട്ടെ, ഏത് സംഘടനയിലാവട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോ, പരലോകത്തിന്റെ കാര്യമാണ് ഇത്. പരലോകത്തിന്റെ കാര്യമാണ് ഇത്. ഗുണകാംക്ഷയാണ് ഇത്. നസീഹത്താണ് ഇത്. നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിയിട്ടില്ല. ഇത്ര ആളുകൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ മെമ്പർമാരാവണമെന്ന് ഞങ്ങൾ എവിടെയും പറയാറില്ല. ആര് മെമ്പറാവട്ടെ, മെമ്പറാവാതിരിക്കട്ടെ, അത് ചർച്ചാ വിഷയമേ അല്ല. ഞങ്ങൾക്ക് ഇത്ര ആൾബലമുണ്ടെന്ന് കാണിക്കാനുള്ള പ്രോഗ്രാമുകൾ എവിടെയും ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല. അതിനൊന്നുമല്ല ഈ പറയുന്നത്. ഇത് ചിന്താശക്തിയുള്ളവരുടെ ഹൃദയത്തിനുള്ളിലേക്ക്, നിങ്ങൾ കേട്ട കർണപുടങ്ങളിലൂടെ, നിങ്ങളുടെ തലച്ചോറിലേക്ക്, വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന കൽബിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ വാക്കാണിത്. കൈ നീട്ടിയവനെ പോലെയാണ് വെള്ളത്തിലേക്ക് എത്താത്ത, കൈയെത്താത്ത വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം വായിലെത്തണമെന്ന് കൊതിച്ചവനെ പോലെയാണ് സർവശക്തനായ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുന്നവരുടെ ഉപമ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കേട്ടോ, ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ബേക്കൽ എന്നല്ല, കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, കോർണറുകളിൽ ചെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമ്മമാരും ബാപ്പമാരും പറയുന്ന മറുപടിയുണ്ട്. ദാ നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ വല്ലിപ്പമാർക്കറിയില്ലേ, ഞങ്ങളുടെ കാരണവന്മാർക്കറിയില്ലേ, വലിയ വലിയ ദർസിലോതി പഠിച്ച വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാർക്കറിയില്ലേ, അവരുടെ കാര്യത്തിലൊന്നും നമ്മൾ തർക്കിക്കാനില്ല. ഇതേ ചോദ്യം ഫിറഔൻ ആരോട് ചോദിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത്. ഓ, അപ്പൊ മൂസ, നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, കഴിഞ്ഞുപോയ നൂറ്റാണ്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കാരണവന്മാരുടെ അവസ്ഥ എന്താണ്?
മൂസാ നബി എന്താ പറഞ്ഞത്? എന്നാ അതിലൊരു സംവാദം നടത്താം, കഴിഞ്ഞോരെ കുറിച്ചൊരു സംവാദം നടത്താന്നാണോ പറഞ്ഞത്? അല്ല, മൂസാ നബി വേഗം ഒഴിഞ്ഞു മാറി. അതിൽ നമ്മൾ വിഷയാക്കണ്ട, നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കണ്ട. നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നവരല്ലേ, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. മരിച്ചവരെ കുറിച്ച് നമ്മൾ തർക്കിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഉടനെ മറുപടി കൊടുത്തു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി. അവരെ കുറിച്ചുള്ള അറിവ് അള്ളാന്റെ അടുക്കലുണ്ട്. അള്ളാഹ്ക്ക് പിഴക്കൂല, അള്ളാഹ്ക്ക് മറക്കൂല. അതുകൊണ്ട് നമ്മള് കഴിഞ്ഞു പോയവരെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്റെ വാപ്പാക്ക് പിഴച്ചു എന്നുള്ളത് കൊണ്ട് ഞാനും പിഴക്കണോ? വേണോ? എന്റെ ഉമ്മാക്ക് പിഴച്ചു എന്നതുകൊണ്ട് ഒരു മോനും മോളും പിഴക്കണോ? വേണ്ട. മക്കള് പിഴച്ചു എന്നുള്ളത് കൊണ്ട് മാതാപിതാക്കൾ പിഴക്കണോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ ബിംബമുണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ആളാ. എന്നിട്ട് മോനോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ ശക്തമായി എതിർത്തു വാപ്പയോട് സംവാദം നടത്തിയിട്ടില്ലേ കൂട്ടരെ? ഖുർആനിൽ പരിചയപ്പെടുത്തിയ രണ്ട് നബിമാർ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ റസൂല, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പറഞ്ഞതോ ഇംറഅത്തു ലൂത്ത്, ലൂത്ത് നബിയുടെ ഭാര്യ, അതുപോലെ നൂഹ് നബിയുടെ ഭാര്യ, രണ്ടുപേരും പിഴച്ചവരുടെ കൂട്ടത്തിലാണെന്നും നരകത്തിലാണെന്നും ആശങ്കകൾക്കിടമില്ലാതെ പറയുന്നുണ്ട്. നൂഹ് നബിയുടെ മോനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? താങ്കൾ വിഷമിക്കേണ്ട, അവന്റെ വിഷയത്തിൽ താങ്കളുടെ കുടുംബത്തിലെ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ കൂട്ടരെ? ഒരു നബിയുടെ ഭാര്യക്ക് പോലും, നബിയുടെ ഭാര്യയായിട്ട് പോലും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ വല്ലിപ്പമാരെ കുറിച്ച്, കാരണവന്മാരെ കുറിച്ച്, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ? ഇല്ല. ഈ ന്യായങ്ങളാണ്, ഇനി ഞാൻ പറയുന്ന 3 ന്യായങ്ങളാണ് ഇതാ മുസ്ലിം ഉമ്മത്ത് എന്ന് അവകാശപ്പെടുന്ന പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്ബറകളിലേക്ക് പോയാൽ സബദ് സലഫി പറഞ്ഞില്ലേ, ഇവിടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ശിർക്കല്ല, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ഹറാമാണ്. ഖബറുകൾ സാധാരണ ഖബറുകളാക്കി വെക്കണം. മുത്തുനബിയുടെ ഖബർ പോലും സഹാബി പറഞ്ഞു, കണ്ട സഹാബികൾ പറഞ്ഞു, നമ്മളാരും നബിയുടെ ഖബർ കണ്ടിട്ടില്ല, കണ്ടവർ പറഞ്ഞു, അവർ എഴുതി വെച്ചു, റുഫിഅ ഖബറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. തർക്കമുണ്ടോ മുസ്ലിങ്ങളെ? തർക്കമുണ്ടോ? ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കൂ, വറസൂൽ, മുത്തുനബിയിലേക്ക് മടക്കൂ, ഹദീസിലേക്ക് മടങ്ങൂ. അപ്പൊ വിഷയം മനസ്സിലാകും. വേറെ കുറെ തർക്കിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ? ഈ വിഷയം മുത്തുനബിയുടെ ഖബർ പോലും ഒരു ചാൺ ഉയരമേ ഉള്ളൂ. നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ തവണ പരിസരത്ത് പോയിട്ടുണ്ട്. ഇതിൽ എന്നെക്കാൾ പോയവരുണ്ടാകാം. ആരും കാണുന്ന നിലയിലല്ല. 3 മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കിടക്കുന്നത്. അത് സഹാബി പറഞ്ഞു, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബർ, ഒരു ചാണോളമേ ഉയർത്തിയിട്ടുള്ളൂ. ആരുടെ ഖബർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്നാലും കെട്ടിപ്പൊക്കിയ ഖബറുകൾ ഉണ്ടാക്കി ഖബറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന പാവപ്പെട്ട ഉമ്മമാർ, കൊണ്ടെത്തിക്കുന്ന പണ്ഡിതന്മാർ ആ ഖബറാളിയോട് കരഞ്ഞു പറയുമ്പോ അവരുടെ മുന്നിൽ ചെന്ന് വിങ്ങി പൊട്ടി കണ്ണുനീരുകൾ ഒലിച്ച് അവിടെ വിരിച്ചിരിക്കുന്ന പച്ചപ്പുതപ്പിന്റെ മുകളിൽ കൈവച്ച്, മൂടിക്കെട്ടിയിരിക്കുന്ന ജാറത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് വിങ്ങി കരഞ്ഞ് ഖബറാളികളോട് പറയുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, ഈ ഖബറിൽ കിടക്കുന്നവർ അല്ലാഹുവാണോ? അവർ പറയും അല്ല, ഒരിക്കലുമല്ല. പിന്നെന്താ പറയാ? ഇത് ഞങ്ങൾക്കറിയുന്ന വലിയൊരു മഹാനാണ്. ആ മഹാനോട് ഞങ്ങളുടെ വിഷമം പറഞ്ഞാൽ ഈ വിഷമം റബ്ബിനോട് ആ മഹാൻ പറയും. ഈ മഹാന്റെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് പറഞ്ഞാൽ ഈ മഹാൻ നാളെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ മഹാന്റെ അടുത്ത് വരുന്നത്, ഞങ്ങളുടെ വാപ്പയും വല്ലിപ്പയും ഒക്കെ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ നാടന്മാരായ മനുഷ്യന്മാര് പറയാ. ഇനി ഖുർആൻ അതിന് മറുപടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ ഒരു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിച്ചിട്ടില്ല. അന്ന് പറഞ്ഞതാ, അന്ന് നബിമാരോട് പറഞ്ഞത് ആളുകള് ഇന്നും അത് തന്നെ പറയുന്നു. ഞങ്ങൾ ഇവരുടെ അടുത്ത് പോകുന്നത്, ഇവരോട് സങ്കടം പറയുന്നത്, ഇവരോട് വിഷമം പറയുന്നത് റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. ഇത് പറയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. 39-ാം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, 10-ാമത്തെ ആയത്ത് സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, അന്നത്തെ കാലത്തെ മനുഷ്യർ പറഞ്ഞത്, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും.
എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ ശുപാർശ ചെയ്യും. ഇന്നും അതല്ലേ പറയുന്നത്? ഇത് ഖുർആൻ പറഞ്ഞതാ? ഖുർആൻ ഇന്ന് ഇറങ്ങിയതാണോ? 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടില്ലേ? ഖുർആനിൽ പറയുന്നത് ഇത് പറയരുത് എന്നാ ഖുർആൻ പറയുന്നത്. മൂന്നാമത്തെ ന്യായം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറാ അതിന്റെ 70 മുതൽ 74 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ഇവരോട് ദുആ ചെയ്താൽ അവർ കേൾക്കുമോ? ഇബ്രാഹിം നബി ചോദിക്കുക, ബിംബങ്ങളെ വെച്ച് ചോദിക്കുക, പ്രതിഷ്ഠകളെ വെച്ച് ചോദിക്കുക. അല്ല കൂട്ടരെ, ഈ പോയി നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഇവർ കേൾക്കുവോ? ഇവർ ഉപകാരം ചെയ്യോ? ഉപദ്രവം വരുത്താനുള്ള കഴിവുണ്ടോ? അന്നത്തെ മനുഷ്യർ പറഞ്ഞെന്താ അറിയോ? ഉപദ്രവിക്കുമോ ഉപകാരം ചെയ്യുമോ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. മറിച്ച് ഖാലു അവർ പറഞ്ഞു, ബൽ വജദിനാ അബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ ബാപ്പാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതാ കൂട്ടരെ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ ഇതിനൊക്കെ വിശദീകരിച്ചു തന്നത് ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിലാണ് എന്ന്. നിങ്ങൾക്ക് ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ, പഠിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കണം വായിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാലും കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും. ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ? ഒരടിമക്ക് അല്ലാഹു പോരെ നിർഭയത്വം കിട്ടാൻ? എന്റെ മുന്നിൽ ഏത് വിഷമം വന്നാലും നിങ്ങളൊന്ന് നോക്കൂ, ഹെഡിങ് തന്നെ തൗഹീദിലൂടെയാണ് നിർഭയത്വം എന്നാണ് അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള റസൂലുമാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ നിങ്ങള്, മൂസാ നബിയുടെ കഥ എടുത്തു നോക്കൂ നിങ്ങള്. വലിയൊരു നദിയുടെ സമുദ്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ കൂട്ടുകാർ പറഞ്ഞു, ഒപ്പമുള്ളവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, ഇതാ ഫിർഔനും ടീമും വാളും പിടിച്ച് ആയുധങ്ങൾ പിടിച്ച് ഓടി വരികയാണ്. അഹങ്കാരിയായ ഫിർഔൻ വെട്ടിമുറുക്കും, സംശയമില്ല, വെട്ടിനുറുക്കിക്കളയും, സംശയമില്ല. മൂസാ നബിയുടെ കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മളെ ഇപ്പൊ പിടികൂടി, ഇനി രക്ഷയില്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അങ്ങനെ പറയണ്ട, എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, സയഹ്ദീൻ. ഞാൻ ചുരുക്കി പറയാ, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. കൊടുത്തോ? കുലുങ്ങിപ്പോകേണ്ട സമയത്ത് അത്രമാത്രം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിർഔനും ടീമും ഇങ്ങനെ ആയുധങ്ങൾ പിടിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും പിടികൂടാൻ വേണ്ടി ഇങ്ങനെ ഓടി വരികയാണ്. ഇനി ഓടാൻ വഴിയില്ല, മുന്നിൽ വലിയ സമുദ്രമാണ്. അപ്പോഴും ഉറപ്പിച്ചു റബ്ബിലേക്ക്, പടച്ചോനെ നിന്റെ മാർഗത്തില, നിന്റെ തൗഹീദിന് വേണ്ടിയ ഈ അഹങ്കാരിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നത്, അവനോട് മത്സരം നടത്തിയത് എല്ലാം നിനക്ക് വേണ്ടിയാണ് റബ്ബേ. നിന്റെ വഹ്ദാനിയത്ത് ലോകത്ത് പഠിപ്പിക്കാനാ, നിന്റെ ഈ വക്രതയില്ലാത്ത നിന്റെ വടി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാനാ. ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലാ, എനിക്ക് പേടിയില്ല, എന്റെ റബ്ബ് എനിക്കൊരു വടി കാണിച്ചു തരും. അല്ലാഹ് പറഞ്ഞു, അടിക്കൂ, വടികൊണ്ട സമുദ്രത്തിൽ അടിക്കൂ. ഇത് മായാവിക്കഥയല്ല, ചിത്രഭൂമിയിലോ പൂമ്പാറ്റയിലോ ബാലരമയിലോ വന്നതല്ല, അള്ളാഹുവിന്റെ സംസാരമാണ്. തമാശക്കളിയല്ല ഇത്, കുട്ടിക്കളിയല്ല ഇത്. ആ വടി കൊണ്ട് അടിക്കൂ, വെള്ളത്തിൽ അടിച്ചു. രണ്ട് പിന്നെ ദിശയിലേക്ക് വെള്ളമങ്ങും മാറി നിന്നു. ഒരു ഉണങ്ങിയ വടി അവിടെ ഉണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും അതിലൂടെ കടന്നു. കരയിലെത്താനാകുമ്പോഴേക്ക്, മറുകരയിലെത്താനാകുമ്പോഴേക്ക് ഫിർഔനും ടീമും ഈ സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തി. കൂട്ടിയടിപ്പിച്ചു, അല്ലാഹ് ചുരുക്കി പറയാ, കൂട്ടിയടിപ്പിച്ചു. അപ്പൊ ഫിർഔൻ പറഞ്ഞു, മൂസാ നബിയുടെ റബ്ബിൽ ഞാൻ ഇതാ വിശ്വസിക്കുകയാണ്. പക്ഷെ അള്ളാഹ് അവസരം കൊടുത്തില്ല. അപ്പോഴേക്കും മരണത്തിന്റെ കൊറകറ ശബ്ദവും ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയും എത്തിയിട്ടുണ്ട്. ഇല്ല, അള്ളാഹു സ്വീകരിച്ചില്ല. ഇത് കൂട്ടരെ, ഇത് നിർഭയത്വത്തിന്റെ മാർഗമാണ്. വലിയ തീക്കുണ്ടാരമുണ്ടാക്കി, തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നിർത്തി. വലിയ ദണ്ഡുപയോഗിച്ച് തീക്കുണ്ടാരത്തിലേക്ക് തള്ളിയിടാൻ നേരത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല, ഞാൻ ആ തീയിലേക്ക് വീഴുമ്പോ അല്ലാഹു തആല തീയിനോട് തണുപ്പേകാൻ പറയും, അല്ല ബർദേകാൻ പറയും എന്ന്, സമാധാനമേകാൻ പറയുമെന്ന് ഒരിക്കലും ഇബ്രാഹിം നബിക്കറിയില്ല. ഇത് നാടകമല്ല, ഇതേതെങ്കിലും പ്രച്ഛന്ന വേഷം സ്വീകരിക്കലല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാം, ഞാൻ ഈ തീക്കുണ്ടാരത്തിലേക്ക് വീണാൽ ഒരുപക്ഷെ കത്തിക്കരിഞ്ഞു പോകും. പക്ഷേ ആ കിങ്കരന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട്, ബഹുദൈവാരാധകരുടെ മുന്നിൽ നിന്നുകൊണ്ട്, ഓ ഇബ്രാഹിം,
താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചങ്കൂറ്റത്തോടുകൂടി ആദർശനിബിഡമായി ആണത്തത്തോടുകൂടി നെഞ്ചു വിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഉണ്ടെനിക്ക് പറയാൻ, ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ മുന്നിൽ വെച്ച്. നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരു വാക്കുറക്കെ പറയുന്നു, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഇതൊരു നിർഭയത്വത്തിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന മറുപടിയാണ്. ഒരു മുട്ടുസൂചി കാണുമ്പോ, ഏതെങ്കിലും ഒരു പോറലേൽക്കുമെന്ന് തോന്നുമ്പോ, ഒരു ചെറിയ ചരക്കല്ല് കാണുമ്പോ, പ്രിയപ്പെട്ടവരെ, പിടച്ചു പോകുന്നതല്ല വിശ്വാസം, ഉറച്ചു നിൽക്കുന്നതാണ്. ആ നിർഭയത്വം എവിടുന്ന് കിട്ടുന്നു? ഇതാ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ എങ്കിൽ നിങ്ങളാണ് വിവിഐപികൾ. ജോലി ഒരു ഫാക്ടറിയിലെ സെർവന്റ് ആകാം, ഒരു കമ്പനിയിലെ അടിച്ചുവാരുന്ന ജോലിയാകാം. പക്ഷെ വിശ്വാസത്തിന്റെ കരുത്തുണ്ടോ? ആത്മവിശ്വാസമുണ്ടോ? ദീന് കൊണ്ട് കരുത്ത് നേടിയിട്ടുണ്ടോ? ആരെന്ത് പരിഹസിച്ചാലും, ആരെന്ത് കുത്തിപ്പറഞ്ഞാലും, ആരെന്ത് തട്ടിപ്പറഞ്ഞാലും, ആരെന്ത് കളിയാക്കിയാലും ഇല്ല, എന്റെ കൽബ് കുലുങ്ങില്ല. കാരണം എന്താ? എന്റെ വിശ്വാസം എന്റെ റബ്ബിന്റെ മേലെയാണ്. ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന റബ്ബിലാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ സഹായിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള എല്ലാവിധ സാഹചര്യവും എന്റെ റബ്ബനി കുരുക്കിത്തരും. അതുകൊണ്ട് വിശ്വാസമുണ്ടോ? നിങ്ങളാണ് കരുത്തുറ്റവർ. അതുകൊണ്ട് ഖുർആനിന്റെ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്കല്ല പോരെ? അള്ളാന്റെ ചോദ്യമാണ്. പക്ഷെ പോരാന്ന ചില ആളുകള് ചില വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ തെളിയിക്കാറുള്ളത്. അല്ല പറയാ, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവന് പുറമെയുള്ളവരെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുക. നിങ്ങളെ മനസ്സിനെ, നിർഭയത്വമുള്ള മനസ്സിനെ അസ്വസ്ഥമാക്കുക, സമാധാനമുള്ള മനസ്സിനെ ചാഞ്ചല്യമാക്കുക. എന്ത് പറഞ്ഞിട്ട്? മറ്റുള്ളവരെ പറഞ്ഞ്, അതാ ആ കബറിൽ കിടക്കുന്ന ആള്, ഈ കബറിൽ കിടക്കുന്ന ആള്, ചിലപ്പോൾ പെട്ടെന്നൊരു കഥ കൊണ്ട് പൊന്തും, ദാ ഈ കബർസ്ഥാനിൽ ഒരു കബർ അങ്ങ് പൊന്തിയിട്ടുണ്ട്, പിന്നെ അതിന്റെ പിന്നാലെ ആയിരിക്കും. പിന്നെ മനസ്സിലായില്ലേ? ഈ കബർസ്ഥാനിൽ ഒരു കബറങ്ങ് പൊന്തി, പിന്നെ ചർച്ചകൾ അവിടെയാണ്. ആ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ സഹാബത്തിന്റെ കബർ പൊന്തിയത്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പൊന്തിയത്? കേട്ടിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ കേൾക്കും, ഹൈവേ വരുന്ന സ്ഥലത്ത്, റോഡുകൾ വികസിക്കുന്ന സ്ഥലത്തൊക്കെ കബറിലുള്ള ആളെ അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അത്ഭുതം കണ്ടത്. ആ എന്തൊക്കെ കഥകളാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഷാഫി മദ്ഹബ് വെച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ കബറുകൾ സാധാരണ കബറാക്കി നിർത്താനേ പാടുള്ളൂ എന്ന കാര്യം ഷാഫി മദ്ഹബ് വെച്ചുകൊണ്ട് പ്രമാണം ഉദ്ധരിച്ച് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ വാക്ക് നമ്മൾ ഓർക്കണം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് റബീഉൽ അവ്വൽ മാസത്തില. ആ റബീഉൽ അവ്വൽ മാസത്തില് തിങ്കളാഴ്ച ദിവസം ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ മരണത്തിന്റെ വേദന കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പുളഞ്ഞു പോകുമ്പോ കാലുകൾ ചുരുട്ടി, കാലുകൾ നിവർത്തി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, ഓ ആയിഷ മരണത്തിന് എന്തൊരു അസ്വസ്ഥതയാണ് എന്നൊക്കെ പറഞ്ഞ ആ രംഗമുണ്ടല്ലോ. നമ്മുടെ നേതാവായ തങ്ങളായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വാളെടുത്തതൊക്കെ നമുക്കറിയില്ലേ? ആരാ മുത്തുനബി വഫാത്തായി എന്ന് പറയുന്നത്? പറഞ്ഞവനെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? സ്വഹാബത്ത് വികാരം കൊണ്ടുപോയ ദിനമാണത്. മുസ്ലിം ഉമ്മത്തെയും സാന്ദർഭികമായി പറയാ, ഏതൊരു മുസ്ലിമിന്റെയും കണ്ണ് നനഞ്ഞു പോകുന്ന ദിവസമാണത്. നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും റോഡിലൂടെ മുദ്രാവാക്യം വിളിക്കാനും കോൽക്കളിയും ദഫുമുട്ടും റോഡിൽ നടത്താനുമുള്ള ദിവസമല്ലാതെ എന്ന് ഞാൻ സാന്ദർഭികമായി പറയാ. നിൽക്കട്ടെ, ആ ലോകത്ത് നിന്ന് വിട പറയുന്ന അന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞ 2-3 വചനങ്ങൾ കൂടിയുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വലിയ അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട് എന്ന് പറഞ്ഞു. പോരാ, അല്ലാഹുമ്മ, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ അല്ലാഹുവേ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത്. അല്ലാഹ് കൊടുത്തിട്ടില്ല, അല്ല ഇതുവരെ കൊടുത്തിട്ടില്ല.
കൊടുത്തിട്ടില്ല. പടച്ചോനെ, എന്റെ ഖബറിനെ ഒരാരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. രണ്ട് പ്രയോഗങ്ങൾ. എന്നിട്ട് പറഞ്ഞു ലഅനത്തുല്ലാഹ് അലൽ യഹൂദി വന്നസ്വാറ. യഹൂദികളെയും നസ്വാറാക്കളെയും അല്ലാഹ് ശപിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? ലോകത്തുനിന്ന് വിട പറയുന്ന അന്നാ പറയുന്നത് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അമ്പിയാക്കന്മാർ നബിമാരുടെ ഖബർ കിട്ടിയാൽ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നവരാണ്. ആര്? യഹൂദികളും നസ്വാറാക്കളും. ഒരു സാധാരണ സെമിത്തേരിയിൽ തന്നെ അവരുടെ ഇഷ്ടമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവരുടെ ഖബറുകൾ മാർബിൾ കൊണ്ട് പൊതിഞ്ഞ്, ടൈൽസ് കൊണ്ട് പൊതിഞ്ഞ്, പേരെഴുതി, അങ്ങനെയൊക്കെയാണ്. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അത് അനുവദിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് പോലും പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ഖബറിനെ ഒരാരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ. പടച്ചോനെ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. ഇന്നും കൊടുത്തിട്ടില്ല. അവിടെ പണ്ഡിതന്മാർ കാവൽ നിൽക്കുകയാണ്. ഏറെ നേരം അവിടെ നിന്ന പറയും, പൊയ്ക്കോളൂ എന്ന് പറയും. യാ ഹാജ്, അജി, എന്നാ പൊയ്ക്കോളൂ, റൂഹ് റൂഹ് അങ്ങോട്ട് നീങ്ങട്ടെ, മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നവരെ വേഗം വേഗം പറഞ്ഞേക്കുക. സലാം പറയാം നമുക്ക് നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഇടതും വലതുമായി കിടക്കുന്ന മഹാരഥന്മാരായ ആ സഹാബത്ത് അല്ലേ, ആ സഹാബത്തിന്റെ ഖബറുകളാ ഞങ്ങൾക്ക് ഷിയകൾ പറഞ്ഞത്, ഷിയാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കെങ്ങാനും മദീനയുടെ ഭരണം കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ആ രണ്ട് ഖബറുകളും മാന്തിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഷിയാക്കൾ ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ വലതും ഇടതുമായി നിന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്തോ അവർക്ക് സഹാബത്തിനോട് വല്ലാത്ത വെറുപ്പ് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി ഈ ഘട്ടത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല. 17,000 ആയത്തുകൾ ഉണ്ടായിരുന്നു ഖുർആനിലെ. അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും വെട്ടിച്ചുരുക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഷിയാക്കളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും വായിക്കണം, പഠിക്കണം. എന്താ ലോകത്തുള്ള പല കക്ഷികളുടെയും വിശ്വാസങ്ങളെന്ന് നമ്മൾ അറിയണം, അന്വേഷിക്കണം. ഷിയകളിൽ നിന്നാണ്, ഷിയാക്കളിൽ നിന്നാണ് ഈ ഖബർ കെട്ടിപ്പൊക്കുക എന്ന ഏർപ്പാട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ അറിയണം, അന്വേഷിക്കണം. ആദ്യമായി ജന്മദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത് ലോകത്ത് ഷിയാക്കളാണ്. അത് നിങ്ങൾ അറിയണം. അങ്ങനെ ഷിയാക്കളുടെ വിശ്വാസം മുസ്ലിങ്ങളെ മരത്തിൽ പിടിച്ച എത്തിക്കണ്ണികളെ പോലെ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ വിച്ഛേദിച്ച് നിർത്തി, വേർതിരിച്ച് നിർത്തി. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തെ നമുക്കുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഇവിടെ നടത്തിയ ഈ തൗഹീദിലൂടെയാണ്, നിർഭയത്വം തൗഹീദിലൂടെയാണ് എന്ന ഈ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുള്ള ഈ സന്ദേശ പ്രയാണത്തിന്റെ ഭാഗമായിട്ടുള്ള സംസാരം. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കേരളത്തിന്റെ 150-ലധികം സ്ഥലങ്ങളിൽ ഇതുപോലെ നടക്കാനിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഉള്ളവനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ലക്ഷ്യം ഈ തൗഹീദിന്റെ പ്രബോധനം റബ്ബ് ഈ കേരളത്തിന്റെ മുഖമൂലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ച് ആളുകൾ ചിന്തിക്കുന്നവരായി മാറാൻ നമ്മുടെ പ്രഭാഷണങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രബോധനങ്ങളെ കൊണ്ട് അല്ലാഹു സാഹചര്യമൊരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ദീന് വക്രതയില്ലാതെ, വളച്ചൊടിക്കലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിച്ചുരുക്കലുകളില്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ, പബ്ലിക്കിന്റെ മുമ്പിൽ അല്ലാഹുവേ നിന്റെ ദീന്, നിന്റെ വഹ്ദാനിയത്ത് പറയാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാഹുവേ, വാക്കിലോ അക്ഷരങ്ങളിലോ സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ പുറത്തു നൽകണേ അല്ലാ. ഇത് കേട്ട ബേക്കൽ പ്രദേശത്തുള്ള മനുഷ്യരെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കേട്ടവരുണ്ട്, ഇവിടെ പരിസരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, ആലോചിക്കണേ. പരലോകത്ത് നമ്മൾ ഒറ്റക്ക, ഖബറിൽ നമ്മൾ ഒറ്റക്ക, മരണം നമ്മെ പിടികൂടുന്ന സമയത്ത് നമ്മൾ ഒറ്റക്ക. റൂഹുള്ളിലേക്ക് വലിയുമ്പോ അഖ്രിജൂ അൻഫുസക്കും, എടുക്കണോ റൂഹ് പുറത്തേക്ക് എന്ന് പറഞ്ഞ്
മലക്കുകൾ ആക്രോശിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയില്ല, കൂടെ കിടക്കുന്ന കൊച്ചു മക്കൾ പോലും അറിയില്ല. നമ്മൾ ഒറ്റക്കായിരിക്കും വേദന സഹിക്കേണ്ടി വരിക. നമ്മുടെ ഒറ്റക്കാണ് ആ കബറിലേക്കുള്ള യാത്ര. നമ്മൾ ഒറ്റക്കാണ് കൂരിട്ടുള്ള കബറിൽ. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ടു പോകാനുള്ളവരാണ് നമ്മൾ. പരലോകമെന്ന് പറയുന്ന ലോകമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരാ നമ്മൾ. അവിടെ രക്ഷ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? മോക്ഷം കിട്ടണമെന്ന് നമ്മൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സത്യസന്ധമായി ദീനിനെ പഠിക്കുവാനുള്ള നല്ല സന്ദർഭങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതിനെ തുടർന്നുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ, പ്രോഗ്രാമുകൾ ഇതിവിടെ ഈ ജില്ലയിലെ ഒരു തുടക്കമാണ്. ഇതൊരു ജില്ലാതല ഉദ്ഘാടന പ്രോഗ്രാം മാത്രമാണ്. ഇതിനെ തുടർന്ന് ഇനി ജില്ലയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമുകൾ നടക്കാനിരിക്കുകയാണ്. എവിടെയാണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഹ്ലുസുന്നയുടെ ആദർശം വിശദീകരിക്കുന്നത്, അവിടെ നിങ്ങൾ കാതോർത്ത് സത്യം സത്യമായി പഠിക്കാൻ, അസത്യത്തെ അസത്യമായി മാറ്റി നിർത്താൻ, ധർമ്മത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ, കൂനു മഅസ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിലയുറപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സർവശക്തനായ അല്ലാഹ് നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും വാക്കുകളോ അക്ഷരങ്ങളോ പിഴച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. കേട്ടവരെ, ശ്രദ്ധിച്ചവരെ, ഏതെങ്കിലും അക്ഷരപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ എന്ന് കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പ ഉമ്മമാർ, ജേഷ്ഠാനിയന്മാർ, മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, അവിടെ കബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലഹരിയുടെ മായാലോകത്തിലേക്ക് ദാ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ ആളുകളെ അല്ലാഹു തആല തിന്മയിൽ നിന്ന് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ പ്രശ്നങ്ങൾക്ക് നിരപരാധികളായ ആളുകളെ വരെ ദാ കത്തിക്കുത്തിനും അതുപോലെ തന്നെ ആ കത്തിക്കുമൊക്കെ ഇരയാക്കുന്ന സന്ദർഭങ്ങളും വാർത്തകളും കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ദീന് കൊണ്ടുള്ള നിർഭയത്വം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. വാഹന അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിലെ ഒരുപാട് ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 9ഓളം ആളുകൾ മരിച്ച, 6 അധ്യാപകരും അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ആന്റി അടക്കമുള്ളവരുടെ മരണവാർത്ത, അവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മരണവാർത്ത നിങ്ങളൊക്കെ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലാഹു ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഖബറിൽ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. കാലവിപത്തുകൾ പടച്ചവനെ, അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെയുള്ള അല്ലാഹുവേ, വിവരിക്കാൻ പോലും കഴിയാത്ത വ്യത്യസ്ത പേരിട്ട് വിളിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കാത്ത ആളുകളിലേക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു ടേണിംഗ് പോയിന്റായി ഇവിടെ നടന്ന 3 സംസാരങ്ങളെയും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തകന്മാർ, വീട് കയറി ഇറങ്ങിയവർ, അല്ലാഹുവേ ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സാമ്പത്തികമായി ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായം നൽകിയവർക്ക് നീ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.